ഗൈസ് നമസ്കാരം, AJP ആണ്. അപ്പോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ ജനപ്രിയ മിമിക്രി താരം അഭിലാഷ് ആട്ടയമാണ്. അപ്പൊ പുള്ളിയുടെ മിമിക്രിയിലേക്ക് സ്വാഗതം. ഗൈസ് സ്വാഗതം, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ജഗതിച്ചേന്റെ വോയിസ് ആണ്. കാരണം ജഗതിച്ചേനെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കേട്ടോ. അപ്പൊ ജഗതിച്ചേന്റെ ഇപ്പൊ പിറന്നാളാണ്. അപ്പൊ അഡ്വാൻസ് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇല്ലേ വരാ? അതെ, നമ്മള് CID മൂസയിലും നമ്മള് ഒരുപാട് സിനിമകളിലും ക്രൈസി ഗോപാലിനും ഒക്കെ ചിരിപ്പിച്ച ഒരു കലാകാരനാണ് ജഗതിച്ചേട്ടൻ. നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള സിനിമകൾ അതാണ് മെയിൻ ആയിട്ട് തോന്നുന്നു. പിന്നെ ക്രിസ്ത്യൻ പ്രദേശത്തിലുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ അധികം പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. പണ്ടത്തെ പടങ്ങളെ പേര് ഓർമ്മയില്ലാത്ത ചെയ്യണോ അത് തന്റെ പ്രസംഗമാണോ? ജഗതിച്ചേട്ടൻ ചെയ്യണോ അത് പ്രസംഗം? എന്തായാലും മലയാള സിനിമയിലെ അമ്പിളിച്ചേട്ടനെ എന്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഫോർ യു. ജഗതിച്ചേട്ടനെ പിറന്നാൾ ആശംസകൾ നേരുകയല്ലേ. പിറന്നാളല്ലേ, അടിപൊളിയല്ലേ. മലയാളത്തിലെ നടന്മാർക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. ജഗതിച്ചേട്ടൻ അടിപൊളിയല്ലേ, പിറന്നാളല്ലേ. അപ്പൊ ജഗതിച്ചേട്ടന്റെ സാധാരണ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്സവമേളം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ചെറിയൊരു രംഗം അവതരിപ്പിക്കും. അറിയുന്ന രീതിയിലെടുക്കാം. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ ഈ കാട്ടിലൂടാടല്ലോ. എല്ലാവരും കൈയടിക്കും. അതിന്റെ ഇടയ്ക്ക് ചെരുപ്പ്, ബൊക്കെ, മാല, ഹെതുവ ഈ സ്റ്റേജിലേക്ക് എറിയാണ്ട് സ്റ്റേജിന്റെ പുറകിൽ തന്നെ തന്നാ മതി എന്റെ തിരുമേനി. അതുപോലെ തന്നെ നമ്മുടെ കിലുക്കം എന്ന സിനിമയിൽ അദ്ദേഹം ജോജി എന്ന കഥാപാത്രത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ലാലേട്ടനോടൊപ്പം തന്നെ മത്സരിച്ചിരുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. നിനക്ക് വെറും ഒരു പൊറോട്ട ചാറും, എനിക്ക് 2 പൊറോട്ട. ഇവൾക്ക് ഒന്ന് പോടെ, വിളിച്ചോണ്ട് പോടെ എന്റെ അത്തിപ്പറമ്പച്ചി. ഞാനും ചോച്ചിയും അടിച്ചു പിരിഞ്ഞ് എനിക്ക് ഹിന്ദി അറിയില്ലാതെ ഈ മറുതായോടൊന്ന് പറ എന്റെ അത്തിപ്പറമ്പച്ചി. അവരെ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നു. എന്ത്? എനിക്ക് അടുത്ത